എവ്രി വൺ, ഇന്നത്തെ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ കണ്ടാലോ. രാവിലെ ബീച്ചിൽ നല്ല ലെമൺ റൈസും അച്ചാറും കൂട്ടി കഴിച്ചു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫോറം മോളിൽ പോയി ഈ പാൻ കേക്ക് കഴിക്കാൻ. ഞാൻ കുറേ നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ പാൻ കേക്കിൻ്റെ. നോക്കി എത്ര സോഫ്റ്റാണ്. ആദ്യം ആ ചേട്ടൻ ആ പാൻ കേക്ക് അങ്ങോട്ട് എടുത്തിട്ട് വേറെ ആളുടെ കൊടുക്കും. ആ ആൾ അതിൻ്റെ മേളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കും. ചോക്ലേറ്റ് സിറപ്പല്ല, ചോക്ലേറ്റ് ഒഴിക്കും. അതിൻ്റെ മേളിൽ എന്തോ ഒരു ടോപ്പിംഗ് കൂടി ഇടും. ഇതാണ് ചോക്ലേറ്റ് ക്രംബിൾ പാൻ കേക്ക്. അടിപൊളി സാധനമാണ്. അതിൽ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലങ്ങോട്ട് അടിക്കും. എങ്ങനെ നമ്മൾ അട്രാക്റ്റഡ് ആയിപ്പോവും. അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈവൻ ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ജിഗ്ലി ഇങ്ങനെ ഒരു ജെല്ലി കൈൻഡാണ്. അടിപൊളി കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്, ഈ സ്പോഞ്ച് പോലെ. അതിൻ്റെ കൂട്ടത്തിൽ ആ ചോക്ലേറ്റ് സിറപ്പും ചോക്ലേറ്റ് കൂടെ വരുമ്പം ഒരു രക്ഷയില്ല ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ സൈഡിൽ വിപ്പിംഗ് ക്രീമാണോ ഐസ്ക്രീമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൂടെ ഉണ്ട്. അതും കൂടെ കൂട്ടി ഇങ്ങോട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 350 റുപ്പീസാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് പോയി ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ സാധനമാണ്. പിന്നെ ഇത് ചിക്കൻ ബറീറ്റോ ആണ് ഞാൻ കഴിച്ചത്. എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല. അതായത് ഈ റോളിനകത്ത് ചോറും വൻപയറല്ല ചെറുപയറും അല്ല, ഒരു ബ്ലാക്ക് കളർ ബീനും പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടി പോലത്തെ സാധനവും പിന്നെ കുറച്ച് സോസും ചിക്കൻ ഫ്രൈയും ഒക്കെ വെച്ച് കുറച്ച് വെജീസും വെച്ച് റോളാക്കി തരുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് എനിക്ക് വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയത്തുമില്ല. എനിക്കെന്തോ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ഇമ്പ്രഷൻ അങ്ങ് പോയി. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ബറീറ്റോ എന്ന്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. എനിക്കത് ഫ്ലോപ്പ് ആവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ ബീൻസ് കണ്ടപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാനൊരു ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു. ഇത് നാഗ ആന്ധ്ര റെസ്റ്റോറൻറ്റിലെ ബിരിയാണിയാണ് കേട്ടോ. അവർ സ്പെഷ്യൽ ബിരിയാണിയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. കുറച്ചുകൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതത്ര ചൂടല്ലായിരുന്നു, പക്ഷെ നല്ലായിരുന്നു കേട്ടോ. എനിക്ക് മുട്ടയൊക്കെ പൊട്ടിച്ച് ആ ബിരിയാണിക്കകത്ത് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുട്ട ഇല്ലെങ്കിൽ എനിക്ക് ബിരിയാണി കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് മുട്ട മസ്റ്റാണ്. പിന്നെ സാലഡും പിന്നെ ആ ഒരു കറിയും കൂടെ ഒഴിച്ചങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിച്ചപ്പം ആ ബറീറ്റോയിൻ്റെ വിഷമം അങ്ങ് മാറിക്കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾറെഡി ഞാൻ ആന്ധ്ര ബിരിയാണിയുടെ ഫാനാണ്. അപ്പം ഒബ്വിയസ്ലി എനിക്കത് ഇഷ്ടപ്പെടും. പിന്നെ രാത്രി ഞാൻ പോപ്പീസിൻ്റെ ഒരു ബോൾ ബർഗറും പിന്നെ അവരുടെ തന്നെ ബോൺലെസ് വിങ്സുമാണ് കഴിച്ചത്. അപ്പം ബൈ.